ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്ന ഒരു സ്വീറ്റ് ഐറ്റമാണ് ഗുലാബ് ജാമുൻ. ഇവ നമ്മളെ നാട്ടുകാരനല്ല, നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. നമ്മൾ സാധാരണ ഇത് ഷോപ്പിൽ പോയിട്ടല്ലേ മേടിക്കാറ്, പൈസ കൊടുത്ത് മേടിക്കുന്നത്. എന്നാൽ ഒരു കപ്പ് ആട്ടപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിൻ്റെ അതേ ടേസ്റ്റുമാണ് ഉണ്ടാവുക. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ വീഡിയോസ് കാണുക. ഇതെങ്ങനെയാ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലോട്ടേക്ക് 1 കപ്പ് ആട്ടപ്പൊടി അല്ലെങ്കിൽ നമ്മൾ ഗോതമ്പ് പൊടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. കരിഞ്ഞു പോകാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം. അപ്പൊ ഇതിന്റെ കളർ ഏകദേശം ഒന്ന് മാറി വരും. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിതിലോട്ടേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പൊ ഇതിന്റെ കളർ ഏകദേശം ഇവിടെ ചേഞ്ച് ആയി വരുന്നുണ്ട്. അപ്പൊ ഞാനൊരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ റോസ് സ്മെല്ലൊക്കെ, അതായത് പച്ച മണമൊക്കെ മാറിയിട്ട് നല്ല നെയ്യിന്റെ മണമൊക്കെ വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റിയിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. നല്ല ചൂടുണ്ടാവരുത്. അപ്പം വേറെ പാത്രത്തിലോട്ടേക്ക് മാറ്റിയിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഷുഗർ സിറപ്പ്, പഞ്ചസാര പാനി ഉണ്ടാക്കണം. അതിനൊരു 1/4 കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് അതേ അളവിൽ തന്നെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതാണ്. ഏലക്ക പൊടിച്ചതില്ലെങ്കിൽ ഏലക്ക അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് പഞ്ചസാര നന്നായിട്ട് അരിയുന്നത് വരെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം. കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് കുറച്ചൊന്ന് കട്ടിയായിട്ട് വരും. അപ്പം അതുവരെ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമ്മളെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. അത് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ആട്ടപ്പൊടിയിലോട്ടേക്ക് ഒരു 1/4 ടീസ്പൂൺ അപ്പക്കാരവും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് പാല് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പൊടി കുഴച്ചെടുക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മളെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് ഇത് മാറ്റി വെക്കണം. നമ്മൾ ചപ്പാത്തിന്റെ ബോളിന്റെ അത്ര വലിപ്പമൊന്നും വേണ്ട. കാരണം ഇത് എന്തായാലും നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് വലിപ്പം ഇച്ചിരി ഒന്ന് കൂടും. അപ്പം അതിനനുസരിച്ചിട്ട് ചെറിയ ചെറിയ ബോളാക്കിയാൽ മതി. ഇനി അതല്ല വലിയ ബോളാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് മാറ്റി വെച്ചു കൊടുക്കുക. അപ്പം നമ്മളെ ബോൾസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഈ ഓരോ ബോളും അതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഫ്രൈ ചെയ്യുമ്പം ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഏകദേശം ഇതിന്റെ കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് പെട്ടെന്ന് തന്നെ റെഡിയാവും. അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പൊ നമ്മളെ ഗുലാബ് ജാമിന്റെ ബോൾസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നേരത്തെ പഞ്ചസാര പാനിയിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 5-10 മിനിറ്റ് ഒക്കെ അതിലിട്ട് വെച്ചിരുന്നാൽ മതി. അപ്പോഴേക്കും ബാക്കിയും കൂടെ നമുക്കിത് സെറ്റാക്കി എടുക്കാം. അപ്പൊ നമ്മളെ ഗുലാബ് ജാമുൻ മൊത്തമായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പഞ്ചസാര പാനിയിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ഈ ബോൾസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു പഞ്ചസാര പാനി നന്നായിട്ട് വലിച്ചെടുത്തിട്ടുണ്ടാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമാണിത്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ, അതേ ടേസ്റ്റാണ് ഇതിനുള്ളത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ വീഡിയോസ് കാണുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്യാനായിട്ട് മറന്നു പോരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.